നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്തു. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്തു. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരാധന ആരാധന ില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്തു. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അനുദിന വചന ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എ ഫയർ ഇൻ ദ തോൺ ബുഷ്, മുൾപ്പടപ്പിലെ അഗ്നി. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം തിരുവചനം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 3:3. ആൻഡ് മോസസ് സെഡ്, I will turn aside to see this great sight, why the bush is not burned. മുൾപ്പടപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, അടിയങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മുൾപ്പടപ്പിലെ അഗ്നി. സ്നേഹസ്വരൂപനായ ദൈവം ഹോരേബ് പർവ്വതത്തിൽ മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി. ആ നാട്ടിൽ ഈന്തപ്പന മരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം മുൾപ്പടപ്പിൽ അഗ്നി ഇറക്കി മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്? മോശ നോക്കിയപ്പോൾ മുൾപ്പടപ്പ് കത്തുന്നതും എന്നാൽ അത് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടപ്പ് ശാപത്തിന്റെ പ്രതീകമായി ഭൂമിയിൽ മുളച്ചു വന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 3:18. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. മുള്ള് എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ ശാപം നിറഞ്ഞ മുള്ളിനെ ദൈവം അനുഗ്രഹമാക്കി.
അഭിഷേകമായ അഗ്നി സ്വർഗത്തിൽ നിന്നും ഇറക്കി തീ കത്തുന്നുണ്ട്. മുള്ള് കത്തിയെരിഞ്ഞ് വെണ്ണീറാകുന്നില്ലേ? പകരം സ്വർഗത്തിലെ അഗ്നി അഭിഷേകത്താൽ പ്രകാശം പരത്തി മുള്ളു കത്തുകയാണ്. ഈ മുൾപ്പടപ്പിലെ അഗ്നിയിൽ വലിയൊരു സന്ദേശം ഒളിഞ്ഞുകിടപ്പുണ്ട്. മുൾപ്പടപ്പിലെ കത്തുന്ന അഭിഷേകാഗ്നി മോശയുടെ ഹൃദയത്തിനെ തൊട്ടു. മോശ ആ അഗ്നിയിൽ നിന്നും കേട്ട സ്വർഗീയ ശബ്ദത്തിന്റെ മുൻപിൽ ഏറ്റവും ഭയപ്പെട്ട് മുഖം മൂടി നിന്നു. അവിടെ വെച്ച് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും വിടുവിക്കുവാനുള്ള വലിയൊരു ദൗത്യം കർത്താവ് മോശയ്ക്കു നൽകുന്നു. മുൾപ്പടപ്പ് പലരെയും വേദനിപ്പിക്കുന്നതാണ്. ഇന്ന് ജീവിതത്തിൽ മുള്ളുകൾ ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പരം മുള്ളുകളായി വർത്തിക്കാം. മക്കൾ മാതാപിതാക്കൾക്ക് വേദന നൽകുന്ന കൂർത്ത മുള്ളുകളായി മാറാം. കൂടെയുള്ളവരും ചിലപ്പോൾ മുള്ളുപോലെയുള്ള അനുഭവങ്ങൾ നൽകിയെന്ന് വരാം. ചില സന്ദർഭങ്ങളിൽ നാം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കൂർത്ത മുള്ളുകളായി മാറാം. അറിഞ്ഞും അറിയാതെയും നാം മറ്റുള്ളവരെ വേദനിപ്പിച്ചുണ്ടാകാം. ഏതു സാഹചര്യത്തിലുള്ള മുള്ളുകളാണെങ്കിലും ആ മുൾപ്പടപ്പിൽ അഗ്നി ഇറക്കി ശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നുപോകരുത്. നാമാകുന്ന മുൾപ്പടപ്പിനെ സ്വർഗത്തിലെ അഗ്നിയാകുന്ന അഭിഷേകത്താൽ വിശുദ്ധീകരിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നവരാകണം. നാം പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരാകാം. ചിലർ ആതുര സേവന രംഗത്തും മറ്റു ചിലർ പലവിധ തൊഴിൽ മേഖലകളിലും, വേറെ ചിലർ കുടുംബിനികളായി ഗൃഹകാര്യം ചെയ്യുന്നവരുമാകാം. അവിടെയെല്ലാം മുള്ളുകളുടെ അനുഭവങ്ങളും ഉണ്ടാകാം. എന്നാൽ മുൾപ്പടപ്പിൽ ദൈവത്തിൽ അഗ്നിയാകുന്ന അഭിഷേകത്തിനായി നാം പ്രാർത്ഥിക്കേണ്ടതാണ്. മുൾപ്പടപ്പിൽ അഗ്നി ഇറങ്ങിയാൽ നമ്മിലൂടെ ദൈവം വലിയ ദൗത്യങ്ങൾ നിർവഹിക്കും. മുറിവേറ്റുകൊണ്ട് മുറിവുണക്കുന്ന വൈദ്യന്റെ മക്കളായി നമുക്ക് സ്തോത്രം. മറ്റുള്ളവർക്ക് മുറിവേകുന്നവരാകാതെ അവരുടെ മുറിവുണക്കുന്നവരായി തീരാം, ജീവിക്കാം. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നിത്യന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുത്തെ പ്രകാരങ്ങൾ കടന്നു വരുവാൻ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ കുടുംബമായി തിരുക്കരങ്ങൾ തരുന്നു. ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ അന്യോന്യം ഏൽപ്പിച്ചു പോയ സകല മുറിവുകൾ അവിടുന്ന് സൗഖ്യമാക്കണം. ഞങ്ങൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നവരാകാതെ മുറിവുണക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മ സ്തോത്രം. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ സഭകളായി മാറട്ടെ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്നത് കൂട്ടായ്മകളിലാണ്. അവിടെ നിൽക്കുന്ന മുറിവുകൾ, കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കുന്ന കർത്താവേ, എന്നാൽ അവിടുത്തെ അഗ്നിയുടെ ഒരു നിറവ് എല്ലാ മക്കളുടെയും നാവിന്മേൽ പകരണമേ. പരസ്പരം കടിച്ചു കീറുന്നവരായി ജീവിക്കാതെ മറ്റുള്ളവർക്ക് അന്യോന്യം സൗഖ്യം പകരുന്നവരായി ജീവിക്കാൻ ഓരോ മക്കളെയും സഹായിക്കണം. ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. ഞങ്ങളുടെ ഓരോ ഭവനങ്ങളെയും തിരുക്കരങ്ങൾ തരുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രപ്പ. അവിടുന്ന് തരാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലപ്പ. അവിടുന്ന് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വയലുകൾക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓഫീസുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് തന്നിരിക്കുന്ന ബിസിനസ്സുകൾക്കായി സ്തോത്രം. അതിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലതയിലേക്ക് കൊണ്ടുവരുന്നതിനായി സ്തോത്രം. സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ, പ്രത്യാശയോടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവാൻ ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ രോഗസൗഖ്യത്തിനായി ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയ മാതാപിതാക്കൾ അവരുടെ ശാരീരികമായ അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ വേദനകൾക്കും അപ്പം അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ, പ്രത്യാശ കൊടുക്കണമേ, സന്തോഷം കൊടുക്കണമേ, സമാധാനം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന മക്കളെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. സങ്കീർത്തനം 32:8 പറയുന്നത് പോലെ ദൃഷ്ടി വെച്ച ആലോചന നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ വഴിയിൽ തന്നെ മക്കൾ ഉറച്ചു നിൽക്കുവാൻ കൃപ ചെയ്യണം. അവരുടെ മുന്നിൽ കടന്നു വരുന്ന സകല അന്ധകാര പോരാട്ട ശക്തികളെ തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനം മക്കൾക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും
അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രമകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായി അഗ്നിത്തൂണായി തിരുസാന്നിധ്യം കൂടിയിരിക്കുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താണു തലോടലുമായി നാഥൻ കൂടെയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങു തലോടലുമായി നാഥൻ കൂടെയുണ്ട്. ആരാധന, ആരാധന, ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്.